Hey, hello, UFC 317 ന്യൂസ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ ഈ UFC 317 നമ്മൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ കാരണം എന്നറിയാലോ? അതായത് നമ്മുടെ ജോൺ ജോൺസും റിട്ടയർ ആയിരിക്കുകയാണ്. എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല, പക്ഷെ തൽക്കാലം നമുക്ക് അങ്ങനെ എടുക്കാം. അപ്പോൾ അതും പോയി. ഇനി ആകെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലിയ വേഴ്സസ് ഇസ്ലാം മക്കാഷേവ് ഒന്ന്, രണ്ടാമത്തത് അല്പമെങ്കിലും ഉള്ളത് ഹംസത്ത് ആൻഡ് DDP. ഇത്രയേ ഉള്ളൂ നമ്മളെ പിടിച്ചിരുത്താൻ പറ്റിയ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അതിനകത്ത് ഇലിയ ഇസ്ലാം നടക്കുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഹംസത്ത് DDP നടക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇലിയ ഇസ്ലാം നടന്നില്ലെങ്കിലും ഇലിയ ചാൾസ് ഒലിവേറ എന്തായാലും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫൈറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഞായറാഴ്ചയാണ് ഫൈറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ഡീപ്പ് തോട്ട്സ് ഓൾറെഡി ഞാൻ 2 വീഡിയോ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഡിക്ഷൻ നടത്തും, ഡീപ്പ് തോട്ട്സ്, എൻ്റെ കുറച്ച് കാഴ്ചപ്പാടുകൾ നടത്തും, അധികം വലിച്ചു നീട്ടലുകൾ ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത്, അപ്പോൾ ഇലിയ നമ്മളെന്താണ് പറയുന്നത്, ഇലിയ ടൊപ്പൂരിയ ആൻഡ് ചാൾസ് ഒലിവേറ. അപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വരാൻ പോകുന്ന ഫൈറ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇപ്പോൾ എല്ലാവർക്കും തന്നെ സോഷ്യൽ മീഡിയ ഉണ്ട്. അപ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയയൊക്കെ ഒന്ന് നോക്കുക, അതിൽ നിന്ന് നമുക്ക് വ്യക്തമായ ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ രണ്ടുപേരുടെയും നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഒന്നുമില്ലെന്നേ, യൂട്യൂബ് പോലും വേണ്ട നമുക്ക്. ഇലിയ ടൊപ്പൂരിയുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കുക, ചാൾസ് ഒലിവേറയുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കുക. ഇത് രണ്ടും നോക്കുമ്പോൾ രണ്ടുപേരും കേട്ടോ, എല്ലാവരും ടൊപ്പൂരിയയിലാണ് ഫോക്കസ്. കാരണം ടൊപ്പൂരിയ നല്ല പ്രാക്ടീസും ചെയ്യുന്നുണ്ട്, ക്യാമ്പൊക്കെ ഇപ്പോൾ കഴിഞ്ഞ്. അതുകൂടാതെ ഇപ്പോൾ പോഡ്കാസ്റ്റാണ് പുള്ളി, ഇങ്ങനെ പോഡ്കാസ്റ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇലിയ ടൊപ്പൂരിയ. അതേപോലെ ഞാൻ ചാൾസ് ഒലിവേറയുടെ കയറി നോക്കി. ആരും ചാൾസ് ഒലിവേറയുടെ കയറി നോക്കുന്നുണ്ടാവില്ല, ഞാൻ കയറി നോക്കി. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പുള്ളിയുടെ ക്യാമ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സക്സസ്ഫുൾ ആയിട്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട്. അത് സ്റ്റാൻഡപ്പ് സ്ട്രൈക്കിങ്ങും ഗ്രാപ്ലിങ്ങും എല്ലാം അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഇതിപ്പോൾ ജൂൺ മാസമല്ലേ, ജൂൺ മാസത്തിന് മുമ്പ് തന്നെ അദ്ദേഹം, എനിക്ക് തോന്നുന്നു മെയ് മാസം ആദ്യം പകുതിയോടൊക്കെ തന്നെ പുള്ളി അത്യുഗ്രനായിട്ട് സ്റ്റാൻഡപ്പും ഗ്രാപ്ലിങ്ങും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു ചാൾസ് ഒലിവേറ. ഇനി നമുക്ക് ഇലിയ ടൊപ്പൂരിയയിലേക്ക് വരാം. ഇലിയ ടൊപ്പൂരിയുടെ കേസ് പറയുകയാണെങ്കിൽ അഗൈൻ ചാൾസ് ഒലിവേറയെക്കാട്ടിലും കോൺഫിഡൻ്റ് ആയിട്ട് കാണപ്പെടുന്നു. സ്റ്റാൻഡപ്പിലാണ് പുള്ളിയുടെ ഫോക്കസ് ഫുള്ളെന്ന് തോന്നുന്നു. ഗ്രാപ്ലിംഗ് എന്തോന്ന് അറിയത്തില്ല എനിക്ക്. ഗ്രാപ്ലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇലിയ ടൊപ്പൂരിയ അല്ലേ, ബുദ്ധിമാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രഡിക്ഷനിലേക്ക് അങ്ങ് വരാം. എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പോലെ തന്നെ ഇലിയ ടൊപ്പൂരിയ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇലിയ ടൊപ്പൂരിയുടെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ തോൽവികളില്ല പുള്ളിക്ക്, തോൽവിയില്ലാത്ത മനുഷ്യനാണ്. അപ്പം പിന്നെ വയസ്സ്, ഏജ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇലിയ ടൊപ്പൂരിനെ പിടിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ അത്യുഗ്രൻ ഫോമിലാണ് പുള്ളി. പിന്നെ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോട്ടീസ് ചെയ്തത്, അതാണ് ഡീപ്പ് തോട്ട്സ് എന്ന് പറയുന്നത്. ഇലിയ ടൊപ്പൂരിയ ചാൾസ് ഒലിവേറിനെ കണ്ടമാനം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ നിന്നാണ് ഒരുപാട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായത് ചാൾസ് ഒലിവേറ ഒന്നും ഇല്ലാത്ത പോലെ. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് ചാൾസ് ഒലിവേറ എന്ന് പറഞ്ഞാൽ ഫോർമർ ചാമ്പ്യനാണ് അല്ലേ, എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫോർമർ ചാമ്പ്യനെ ഇങ്ങനെ അങ്ങ് എഴുതിത്തൊള്ളാൻ പറ്റും? എനിക്കങ്ങനെ മനസ്സിലാവുന്നത്. ഇലിയ ടൊപ്പൂരിയ ചാൾസ് ഒലിവേറിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. പുള്ളി ഇപ്പോഴും ടൊപ്പൂരിയ ഇപ്പോൾ ഫുള്ള് പോഡ്കാസ്റ്റാണ് പുള്ളി ഇസ്ലാം മക്കാഷേവിനെ എന്താ ഇടിച്ച് മലർത്തും. ഇസ്ലാം മക്കാഷേവ് എവിടെ പോയാലും, വെൽട്ടർ വെയിറ്റിൽ പോയാൽ അവിടെ പോയി ഇടിച്ച് മലർത്തും, ഹെവി വെയിറ്റിൽ പോയാൽ അവിടെ പോയി ഇടിച്ച് മലർത്തും. പിന്നെ പുള്ളി അതെല്ലാം വിട്ടിട്ട് ബോക്സിങ്ങിൽ കനേലോ ഇവരെയൊക്കെ പിടിച്ച് അവരെയും റെഡിയാക്കും എല്ലാവരെയും. പുള്ളി ഇതൊക്കെയാണ് സംസാരം. പുള്ളി ചാൾസിനെ പറ്റി സംസാരിക്കുന്നേ ഇല്ല. അത് ചാൾസൊക്കെ നിസ്സാരം, അത് ഞാൻ ഒരു ടൈം പാസിന് വേണ്ടി ഞാൻ എന്നുള്ളൊരു രീതിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഫീലിംഗ് ആണ്, ഓരോരുത്തർക്കും ഓരോ ഫീലിംഗ് ആണ്. ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം. എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് അങ്ങനെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ചാൾസ്, അതായത് ഈ എന്താണ്, ചില പിള്ളേരെ ഡ്രൈവിംഗ് അറിയായിരിക്കും. അപ്പോൾ ലൈസൻസ് കൂടെ കിട്ടിയാൽ മതി അങ്ങ് എടുത്തേക്കാം എന്നുള്ളൊരു രീതിയിൽ ആണ് പുള്ളി കാണുന്നത്. ഈ ചാൾസ് ഒലിവേറ എന്തോ ഇവനെയൊക്കെ വെറുതെ വന്ന് ഇവനെ തോപ്പിച്ചേക്കാം എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് പോകാം എന്നുള്ളൊരു രീതിയാണ്, ആറ്റിറ്റ്യൂഡ് പോലെ എനിക്ക് ഫീലിംഗ് കിട്ടിയത് ഇലിയ ടൊപ്പൂരിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് അങ്ങ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടോ. കാരണം ഒലിവേറനെ എനിക്ക് തോന്നുന്നു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ എങ്കിൽ കൂടി ഞാൻ ഇല്യ ടൊപ്പൂരിയുടെ ഒരു അത്യുഗ്രൻ ഫോമൊക്കെ വെച്ചിട്ട് ഫോമിൽ നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ എന്നൊക്കെ പറയുന്ന പോലെ ഫോമിൽ നിൽക്കുന്ന ഒരു കളിക്കാരൻ എന്ന നിലയിൽ ഞാൻ ഇല്യ ടൊപ്പൂരിനെ പിടിച്ചിരിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, അറിയാതെ അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, അറിയാതെ അങ്ങനെ ഇല്യ ടൊപ്പൂരി അങ്ങനെ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഈ നാട്ടിലെങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി അത്രമാത്രം പോഡ്കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ അവനെ ഇടിച്ചു മലർത്തും, ഇവനെ ഇടിച്ചു മലർത്തും, പുള്ളിക്ക് പിന്നെ നിൽക്കാൻ പറ്റത്തില്ല. പുള്ളിയെ ട്രോൾ ചെയ്തിട്ടുണ്ടല്ലോ, പുള്ളി റിട്ടയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ നമുക്ക് കളിയും പോയി കിട്ടി, ഇല്യ ഇസ്ലാമോട് പിന്നെ ഹംസത്ത് TDPയും കൂടെ ഉള്ളൂ. അപ്പോൾ ഇല്യ ടൊപ്പൂരി എന്തായാലും ജയിക്കട്ടെ, ഇത്രയും വാചകം ഒക്കെ അടിച്ചതല്ലേ, ജയിക്കട്ടെ, അത്യുഗ്രൻ ഫോമിൽ ജയിക്കട്ടെ. ഫോമിലില്ലെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ഒരു ഞാൻ മനസ്സിലാക്കുന്ന ഒരു പുള്ളി ഫസ്റ്റ് റൗണ്ടിൽ തന്നെ തീർക്കുമെന്നാണ് പറയുന്നത്, ഒലിവേറനെ. ഫസ്റ്റ് റൗണ്ടില്ലെങ്കിലും ഒരു സെക്കൻഡ് തേർഡ് റൗണ്ട് നമുക്ക് തീർക്കുമായിരിക്കും എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയും നമുക്ക് നോക്കാം. ബട്ട് ഞാൻ ഒലിവേറനെ, എൻ്റെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമില്ല എങ്കിൽ കൂടി ഞാൻ ഒലിവേറനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യത്തില്ല. കാരണം ഫോർമർ ചാമ്പാണ്, ചാമ്പ് ഫോർ റീസൺ അല്ലേ. അപ്പോൾ ഇതാണ് ഒരു പിന്നെ പ്രത്യേകിച്ചുണ്ടല്ലോ ഒലിവേറയുടെ ട്രെയിനിങ് ക്യാമ്പ് കാണുമ്പോൾ ഭയങ്കര പുള്ളിക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലാത്ത പോലെ ഒലിവേറ ഭയങ്കര ഡേഞ്ചറസ് ആണ് പുള്ളി. പിന്നെ എനിക്ക് ഇപ്പം ഇല്യ ടൊപ്പൂരിയുടെ കേസ് പറയുകയാണെങ്കിൽ ഇല്യ ഒരു നോക്കൗട്ടിലൂടെ ആയിരിക്കും ശ്രമിക്കുന്നത്. അതായിരിക്കും മനസ്സിൽ കണ്ടുവച്ചിരിക്കുന്നത്. പുള്ളിക്ക് പ്രൊഫൈലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാൾസ് ഒലിവേറയുടെ കേസിൽ ഞാൻ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷേ രണ്ടെണ്ണം എൻ്റെ മനസ്സിൽ വരുന്നത്, പുള്ളി ഒരുപാട് ഗിലിറ്റീൻ ട്രൈ ചെയ്യുമായിരിക്കും. കാരണം ഹൈറ്റ് കുറവല്ലേ ടൊപ്പൂരിക്ക്. ഗിലിറ്റീൻ, പിന്നെ പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് ഒരു ചാടിയൊരു നീ ഉണ്ട്, ഫ്ലൈയിങ് നീ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ട്രൈ ചെയ്യും. അഗൈൻ ബിക്കോസ് ടൊപ്പൂരിക്ക് ഹൈറ്റ് കുറവായതുകൊണ്ട് ചാൾസ് ഏകദേശം അല്ല ഒരു 6 feet ഉണ്ടല്ലോ, അപ്പം പുള്ളി അതിന് ട്രൈ ചെയ്യും. ഗിലിറ്റീൻ ആൻഡ് ഫ്ലൈയിങ് നീ അതിനെ ട്രൈ ചെയ്യും. അതൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പ്രശ്നമാണ്. പുള്ളിയുടെ ഗിലിറ്റീൻ സ്ട്രോങ് ആണ്, ആർമാനൊന്ന് ശ്വാസം മുട്ടിയായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ എങ്കിൽ കൂടി എല്ലാം കൂടെ ഞാൻ കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഇല്യ ടൊപ്പൂരിയൊക്കെയാണ് ഞാൻ പ്രഡിക്ഷൻ ചെയ്യുന്നത്. ഇനിയും ചാൾസ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ചാൾസ് അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ അറിയാമല്ലേ, ആരും പിന്നെ ഒന്നും മിണ്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കാര്യങ്ങൾ. ഇനി എൻ്റെ വാചകമടി കഴിഞ്ഞു. ഇനി നിങ്ങളുടെ കമൻറ്റിലൂടെ അറിയിക്കുക, എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, നമുക്ക് നോക്കാം. കൂടുതൽ വിളിച്ചു നീട്ടുന്നില്ല. ബൈ ഗൈസ്, ടേക്ക് കെയർ.